വെൽക്കം ടു ദ വ്ലോഗ്. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 1, 2, 3, 4 നാലാമത്തെ വ്ലോഗാണ്, നാലാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ആവാം. ഓക്കെ, അപ്പൊ എന്താ പറയപ്പോ വ്ലോഗും കാര്യങ്ങളും റീച്ച് ആയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. മെയിനായിട്ട് വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നത് എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പിന്നാലെയാണ്. ഓക്കെ, സോ അതന്നെ പറയല്ലേ, ഡെയിലി ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുക. പുതിയൊരു വ്ളോഗറാണ്, സോ അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയണെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവാം. അപ്പൊ ഈ മോട്ടിവേഷൻ എന്താ വെച്ചാല്, നിങ്ങള് ഒരു ലൈഫ് ഉള്ളൂ. ഓക്കെ, സോ ആ ലൈഫ് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ മൂവ് ആവുക. സോ കാശ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ജിമ്മിൽ പോവുക, അത് കുറെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ഓക്കെ, ബൈ. ഹലോ എവരിബഡി, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇന്നും നമ്മൾ ട്രെയിനിലാണ്, നാളത്തെ വ്ളോഗും ട്രെയിനിലാണ്. സോ എനിക്ക് ഈ കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹങ്ങളും ഉണ്ട്. സോ ഇത് എനിക്ക് രാത്രിയിൽ ഉള്ള ട്രെയിൻ യാത്ര എനിക്ക് നല്ല ഇഷ്ടമാണ്. സോ അതന്നെ നമ്മളിപ്പോൾ ഉടുപ്പിയിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ട്രെയിന് ഞങ്ങൾക്കൊരു ഡാൻസ് ഫ്ലോറാണ്. സോ രാവിലെ മോർണിംഗ് ആയി ഞാൻ കാണുന്ന കാഴ്ചയാണത്. ഓക്കെ, റാഫി ബ്രഷും ഫേസ് വാഷും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ ഇറങ്ങുകയാണ് മോർണിംഗ് പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതന്നെ, അപ്പോൾ ഇന്നലെ രാത്രി കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ ട്രെയിനിൽ. ഇതന്നെ എന്താ പറയുക, അപ്പോൾ 2 ഡൽഹിക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ മനുഷ്യൻ. ഇവർ ട്വിങ്സാണ്. ഒരു മനുഷ്യൻ മേലെ കിടക്കുന്നുണ്ട്, ഈ മേലെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവൻ അടിപൊളിയാണ്. ഇവൻ എന്താ വെച്ചാൽ ഇവൻ പഠിക്കുകയാണ് പറഞ്ഞ ഡൽഹി പോലീസ് എക്സാം എഴുതാൻ വേണ്ടി പഠിക്കുകയാണ്. സോ നമുക്കവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ചെക്കന്മാരൊന്ന് കാണാൻ പോയി. ഓക്കെ, അപ്പുറത്തെ ബോഗിയിലാണ്. സോ അവർ നമ്മുടെ ഒപ്പം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവനെ കണ്ടുമുട്ടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അവന്മാരൊന്ന് ഓണാക്കാൻ വേണ്ടി പോവുകയാണ്. സോ അവർ ഓട്ടോമാറ്റിക്കലി നല്ല പവറാണ്. നമ്മൾ കൂടുതലും പവറാക്കി വിട്ടു. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ റാഫി ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സോ റാഫീനെ ഫോൺ വിളിക്കണം. റാഫീനെ ഫോൺ വിളിച്ചാലാണ് അവൻ അങ്ങോട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ റാഫി എപ്പോഴേക്ക് വേറെന്തോ ഒരു പരിപാടിയിലാണ്, എന്താ അറിയില്ല. ശരി, അത് വിടും. അപ്പോൾ എനിക്ക് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, രാത്രികളിലുള്ള നൈറ്റ് ട്രെയിൻ യാത്ര ഇറ്റ്സ് അമേസിങ് ആണ്. എന്താണെന്ന് വെച്ച് പറയുകയാണെങ്കിൽ, അവിടെ തണുത്ത കാറ്റ്, നല്ല തണുപ്പാണ്, നല്ല തണുപ്പുള്ള യാത്ര. ഞാൻ ആലോചിക്കുന്നത്, ബാംഗ്ലൂരിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, സോ അവിടെ എനിക്ക് പോണത് മൊത്തം ട്രെയിനിലായിരിക്കും. എനിക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് പോവാറ്. ഇങ്ങനെ ട്രെയിൻ യാത്രയിലാണ് പോവാറ്. സോ എത്ര പേരിനെ കാണാൻ പറ്റും. ഓക്കെ, സ്ട്രേഞ്ചേഴ്സ്, അവരുടെ അടുത്ത് എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് അവരെ പറ്റി അറിയാൻ പറ്റും. അവൻ്റെ ജീവിതം എങ്ങനെയാണെന്ന്, എങ്ങനെ മൂവ് ആവണമെന്നും, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, എനിക്ക് ഈ സ്ട്രേഞ്ചേഴ്സിന് സംസാരിച്ച് അവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ എനിക്ക് അറിയാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ യാത്ര എനിക്ക് അടിപൊളിയായിരുന്നു. സോ ഇവരാണ് അടിപൊളിയാക്കി തന്നത് ഈ ട്രെയിൻ യാത്ര.
എനിക്ക് എല്ലാം എനിക്ക് തന്നെയാണ്. സോ ജീവിതം ഒന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജീവിതം ഒന്നേ ഉള്ളൂ. സോ മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്ര എൻജോയ് ചെയ്യുക. ഇതന്നെ കാര്യങ്ങൾ. ഇതന്നെ എനിക്ക് ഇതിനെപ്പറ്റി വേറൊന്നും പറയാനില്ല ഒന്നാമത് പറയുകയാണെങ്കിൽ. സോ ഇത് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അടുത്തതും ഇതേപോലൊരു ട്രെയിൻ യാത്രയായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തൊക്കെ ചെയ്യാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ സ്റ്റേഷനിലും ഡാൻസ് കളിക്കുന്നുണ്ട്. സോ ഇപ്പോഴുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ, മൂപ്പർ ഇന്നലെ രാത്രി നമ്മൾ കണ്ടാണ്. ഓക്കെ, ഇന്നലെ രാത്രി മൂപ്പരെ കണ്ടാണ്. അപ്പോൾ മൂപ്പർക്ക് നമ്മളങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സോ മൂപ്പര് സൗണ്ടില്ലേ, ഈ ബോക്സിൽ എന്താ സൗണ്ടില്ലാത്ത, വലിയ സ്പീക്കറൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ ഇത് ചെറിയ സ്പീക്കർ കൊണ്ടുവന്നേക്കണ്. അങ്ങനെ ഞാനും റാഫിയും വന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല, എൻ്റെ സ്പീക്കർ ഉണ്ടായിരുന്നു, പക്ഷേ ആ സ്പീക്കർ ഞാൻ എടുത്തില്ല. രണ്ടുപേരേ ഉള്ളൂ, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ സ്പീക്കർ എടുത്തില്ല. സോ അപ്പോൾ മൂപ്പരനെ ഹാപ്പി ആക്കുകയാണ് എല്ലാവരും പാടെ. വീടി നമുക്ക് ഇത്ര മതി. അപ്പോൾ മൂപ്പൻ്റെ ചിരി കണ്ടാൽ അറിയില്ലേ മൂപ്പര് ഹാപ്പിയാണെന്ന്. ഓക്കെ, എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ഡൽഹി പോണ ട്രെയിനിൽ മൂപ്പരുണ്ടാവും. രാജുബായ, ഐ തിങ്ക് സോ, മൂപ്പൻ്റെ പേര് രാജുബായ എന്നാണ്. ഓക്കെ, എല്ലാവരുടെ ലൈഫും ഒന്ന് പറയുകയാണെങ്കിൽ എല്ലാവരുടെ ലൈഫും ഒരേപോലെയല്ല. ഓക്കെ, സോ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന കാഴ്ചകൾ നമുക്കെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്കെല്ലാം ഉണ്ട്. സോ അതിനനുസരിച്ച് ജീവിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളവരിനെ വേദനിപ്പിക്കാണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കതൊക്കെ പറയാനുള്ളൂ. സോ ഇന്ന് നമ്മൾ കസറ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ തിരിച്ചു വരും. ഓക്കെ, ഇതും കോളേജ് പയ്യൻ തന്നെയാണ്. സോ ബൈ എവരിവൺ.